റഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അഖ്ലാഖ് അതുപോലെ താരീഖ് ഈ രണ്ട് വിഷയത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1. ബദറിൽ ഷഹീദായ സ്വഹാബികൾ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് 70, രണ്ടാമത്തത് 14. ബദറിൽ ഷഹീദായത് 14 സ്വഹാബികളാണ്. അതാണ് ശരി. 2. ജബലുർ റുമാത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട അമ്പെയ്ത്തുകാർ എത്ര പേരാണ്? 2 ഓപ്ഷൻ ഉണ്ട്, 60, 50. അതെന്താണ്? 50 ആണ്. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജബലുർ റുമാത്തിൽ വിന്യസിപ്പിച്ച ആളുകളോട്, അമ്പെയ്ത്തുകാരോട് നബി തങ്ങൾ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉപദേശം പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും തന്നെ മുകളിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ളതായിരുന്നു നബി തങ്ങളുടെ ഉപദേശം. 3. മദീനയുടെ പ്രവേശന അതിർത്തിയിൽ കിടങ്ങ് കീറിയവർ എത്ര പേരാണ്? 3000 ആണോ 4000 ആണോ? ശരിയായത് 3000 ആണ്. 4. അഖീദയിലെ ഇമാമുകൾ, വിശ്വാസപരമായ ഇമാമുകൾ എത്ര പേരാണ്? 4, 2. അഖീദയിലെ ഇമാമുകൾ 2 പേരാണുള്ളത്. ആ 2 പേരും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമുകളുണ്ട്, അവരെ പേരും പഠിക്കുക. 5. ഇമാം ഷാഫിഈ വഫാത്താകുമ്പോൾ വയസ്സ്, അദ്ദേഹം വഫാത്താകുന്നത് എത്ര വയസ്സിലാണ്? 54 ആണോ അതോ 77 ആണോ? ശരിയായത് 54 വയസ്സിലാണ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. നിസ്ഫുൽ ഈമാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഭാവം. ഏത് സ്വഭാവമാണ് നിസ്ഫുൽ ഈമാൻ? ഈമാനിൻ്റെ പാതി അല്ലെങ്കിൽ ഈമാനിൻ്റെ ശാഖ എന്ന് പറയുന്നത് അത് സ്വബറാണ്, ക്ഷമ. 2. മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവം ഏതാണ്? നാവ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. 3. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്, അതിന് പറയുന്ന പേര് ഇഖ്ലാസ്. 4. ഹജ്ജത്തുൽ വിദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലം. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് 3 മാസമാണ്. അപ്പോൾ 3 മാസം എന്ന് മാത്രം എഴുതിയാൽ മതി, വിശദീകരിച്ച് എഴുതൊന്നും വേണ്ട. 1 വേർഡ് ക്വസ്റ്റ്യനാണ്. ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതി കൊടുത്താൽ മതി, ഒറ്റ വാക്കിലുള്ള ഉത്തരം. അതുപോലെ ഹജ്ജത്തുൽ വദായിൽ ഖുത്ബത്തുൽ വിദാ എന്ന് പറയുന്ന വിടവാങ്ങൽ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏത് ദിവസമാണ് നടത്തിയത് എന്ന് ചോദിക്കാം. അറഫ ദിവസമാണത് നടത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി 5. ഖൈബർ സമരത്തിൽ സൈന്യത്തെ നയിച്ചത്. ഖൈബർ സമരത്തിൽ സൈന്യത്തെ നയിച്ചത് ആരാണ്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്, അതായത് അലി റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത ചോദ്യം വിശദമാക്കാം, വ്യക്തമാക്കാനുള്ള പ്രവർത്തനമാണ് ഉദ്ദേശം. 1. നാവിൻ്റെ ശുക്ർ. നാവിൻ്റെ ശുക്ർ എന്തൊക്കെയാണ്? നാവിൻ്റെ ശുക്ർ അള്ളാഹുവിന് സ്തുതി പറയുക എന്നുള്ളത് 1. 2. അവൻ ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുക, അതാണ് രണ്ടാമത്തത്. ഇത് ചിലപ്പോൾ ഈ 2 വീതം ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനങ്ങളിലും വരാറുണ്ട്. ഇനി ആ പാഠത്തിൽ തന്നെ 2-3-4 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഖൽബിൻ്റെ ശുക്ർ, അതുപോലെ തന്നെ അവയവങ്ങളുടെ ശുക്ർ, അതുപോലെ അള്ളാഹു നമ്മെ മുസ്ലിം ആക്കിയതിനുള്ള ശുക്ർ എങ്ങനെയാണ്, ഇതൊക്കെ. 2. സൽ സ്വഭാവം. എന്താണ് സൽ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
3. ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം. എന്താണ് ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം എന്നത്? അതിലെന്താണുള്ളത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. 4. തൗബ. തൗബ എന്നാൽ എന്താണ്? ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ. 5. തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിട്ടുണ്ട്. പൂരിപ്പിച്ചു കൊടുക്കാം. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2. കിടങ്ങ് കാരണം ഈ യുദ്ധത്തിനു ഡാഷ് എന്നും പറയുന്നു. പൂരിപ്പിച്ചു കൊടുക്കുക. കിടങ്ങ് കാരണം ഈ യുദ്ധത്തിന് ഖന്തഖ് യുദ്ധം എന്ന് പറയുന്നു. 3. ഖൈബറിൽ നിന്ന് ധാരാളം ഡാഷ് ലഭിക്കുകയുണ്ടായി. ഖൈബറിൽ നിന്ന് ധാരാളം ഗനീമത്ത് മുതലുകൾ ലഭിക്കുകയുണ്ടായി. 4. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡാഷ് എന്ന കുതിരയുടെ പുറത്ത് കയറി. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൈളാ എന്ന കുതിരയുടെ പുറത്ത് കയറി. നബി തങ്ങളുടെ കുതിരയുടെ പേരെന്താണെന്ന് ചോദിക്കാം. ബൈളാ. 5. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി ഡാഷ് മാലം യുഗർഗിർ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. 5-ാമത്തെ പ്രവർത്തനമാണ് ശരി എടുത്തെഴുതുക എന്നുള്ളതാണ്. 1. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ഏത് യുദ്ധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്? ഏത് യുദ്ധമാണ്? ഉഹുദ് യുദ്ധത്തിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്. 2. വിട്ടുവീഴ്ചയുടെ വിജയം, അതായത് വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ വിജയം നേടിയത്. അതേതാണ്? ഹുദൈബിയ സന്ധിയാണ്. നബിതങ്ങളും സഹാബികളും 1400 അടക്കം ഉള്ള സഹാബികളും ഉംറ ചെയ്യാൻ തീരുമാനിക്കുകയും അവർ മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വന്നവരാണെന്ന് അറിയിച്ചപ്പോൾ അവർ അത് വിസമ്മതിക്കുകയും തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്രകാരം നബിതങ്ങളും സഹാബികളോട് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് അടുത്ത വർഷം എന്ത് ചെയ്തു? ഉംറ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ഓരോ കണ്ടീഷൻ വെച്ചിട്ടും ഓരോ കരാറുണ്ടായിരുന്നു, അവർ തമ്മിലുള്ള കരാറ്. അത് മുസ്ലിങ്ങൾക്ക് കുറേ നേട്ടങ്ങളാണ് സംഭവിച്ചത്. ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കട്ടോ, പഠിച്ചു വെക്കുക. ഇനി 3. ഹിജ്റ 8-ാം വർഷം നടന്ന യുദ്ധം. ഹിജ്റ 8-ാം വർഷം നടന്നത് മുഅ്തദ് യുദ്ധമാണ്. 5. ഹുനൈൻ യുദ്ധം. 4. മക്ക യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ രണ്ടാക്കിയ സ്ഥലം, രണ്ടായി വിഭജിച്ചു. അതേതാണ് സ്ഥലം? എവിടെ വെച്ചാണ്? ദീ തുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. മക്ക വിജയത്തിലാണ് സംഭവം. 5. ഹുനൈൻ യുദ്ധം. മക്ക വിജയത്തിൽ തന്നെ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അത് പഠിച്ചു വെക്കണം. 5. ഹുനൈൻ യുദ്ധം. യുദ്ധശേഷം സഹാബികൾ വളഞ്ഞത്. ഏതാണ് വളഞ്ഞത്? ത്വായിഫാണ് വളയുകയുണ്ടായത് അല്ലേ? ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിൻ്റെ ഗേറ്റുകൾ പൂട്ടി അതിൽ കഴിയുകയായിരുന്നു. നബി തങ്ങൾ എന്ത് ചെയ്തു? നബികളും സഹാബികളും അവരെ വളഞ്ഞു. ത്വായിഫ് എത്ര ദിവസം ഉപരോധിച്ചു? 20 ദിവസം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കുകളാണ് കേട്ടോ. 20 ദിവസം. പിന്നെ അവർ അപേക്ഷിച്ചു. എന്താണ് അവർ നബി തങ്ങളോട് അപേക്ഷിച്ചത്? അതും ചോദിക്കും, അതിൻ്റെ ഉത്തരം പഠിക്കാം. ഇനി 6-ാമത്തെ പ്രവർത്തനം സാരം എഴുതാം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക. 1. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ.
മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക, അതാണ് അതിൻ്റെ അർത്ഥം. 2 ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു, ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. 3 ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിനുൻ, അതിൻ്റെ അർത്ഥം യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. 4 അഫല അക്കൂന അബ്ദൻ ഷക്കൂറൻ, ഇതിൻ്റെ അർത്ഥം ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ എന്നാണ്. ചിലപ്പോൾ ഇത് വിശദീകരിക്കാൻ തരും, അതിൻ്റെ സന്ദർഭം വിശദീകരിക്കാൻ വരും, അപ്പോൾ അതൊക്കെ പഠിക്കണം. 5 ജാ അൽ ഹഖ് വ സഹഖൽ ബാത്തിലു, സത്യം വന്നു അസത്യം നശിച്ചു. ഇതോടുകൂടെ ചോദ്യോത്തരം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.